നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 17. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 17. ഭാഗവത മാഹാത്മ്യം 1-ാം അധ്യായത്തിൽ 68-ാമത്തെ ശ്ലോകമാണ് എന്ന് പറയാൻ പോകുന്നത്. 67-ാമത്തെ ശ്ലോകം വരെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 68-ാമത്തെ ശ്ലോകം പറയണു: ഏകാകാരം കലിം ദൃഷ്ട്വാ സാരവത്സാരനീരസം വിഷ്ണുരാധ സ്ഥാപിതവാൻ കലിജാനാം സുഖായ ച. ഏകാകാരം കലിം ദൃഷ്ട്വാ സാരവത്സാരനീരസം വിഷ്ണുരാധ സ്ഥാപിതവാൻ കലിജാനാം സുഖായ ച. ആകാരം ഏകാകാരം എന്ന് പറഞ്ഞാൽ ഏക ആകാരം. ഏകാകാരം ഏകമായ ആകാരത്തോട് കൂടിയും. അവിടെ ആകാരം എന്നുള്ളതിന് ഗുണം എന്നുള്ളൊരർത്ഥം വരും. അപ്പോൾ ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ ഏകമായ ആകാരത്തോട് ഗുണത്തോടു കൂടിയും സാരനീരസം സാരത്തിന് നീരസത്തെ ജനിപ്പിക്കുന്നതുമായ എന്ന് പറഞ്ഞാൽ പാലിനെ മോരാക്കിയാൽ പാലിൻ്റെ ഉപയോഗം നടക്കുമോ? ഇല്ല. ശ്രദ്ധിക്കണം. പാലിനെ തൈരാക്കിയാൽ അത് നീരസം വന്നു എന്നാ, രസത്തിന് വ്യത്യാസം വന്നു. പക്ഷേ പാലിൻ്റെ കാര്യം ഇനി നടക്കാൻ പോണില്ല. തൈര് കിട്ടും, തൈരിൽ നിന്ന് വെണ്ണെടുക്കാം, വെണ്ണയിൽ നിന്ന് നെയ്യെടുക്കാം, അതൊക്കെ ശരി. അപ്പം നീരസം എന്ന് പറഞ്ഞാൽ രസാനുഭൂതിക്ക് ഭംഗം വരുന്നതിനാണ് നീരസം എന്ന് പറയുക. ഭാര്യ ഭർത്തൃ ബന്ധം, അച്ഛനമ്മ മക്കൾ ബന്ധം, നീരസം വരരുത്. നീരസം വരാതെ കണ്ട് നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താ? സാരനീരസം സാരത്തിന് നീരസത്തെ ജനിപ്പിക്കുന്നതുമായ കലിയെ. സാരവൽ വിഷ്ണുരാധ സാരഗ്രാഹിയായ പരീക്ഷിത്ത്. സാരവത്ത് വിഷ്ണുരാധൻ എന്ന് പറഞ്ഞാൽ വിഷ്ണുവനാൽ സംരക്ഷിക്കപ്പെട്ടവൻ അർത്ഥം പറയണം. എന്നെയും നിങ്ങളെയും വിഷ്ണുവാൻ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളതാണ്. എവിടെ? മാതൃഗർഭത്തിൽ. ഇല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് വരില്ല. 1-ാം മാസമോ 2-ാം മാസമോ പിന്നെ സ്രവിച്ചു പോവും. അപ്പോൾ സാരഗ്രാഹിയായ സാരത്തെ ഗ്രഹിക്കാൻ കഴിയുന്ന പരീക്ഷിത്ത് ദൃഷ്ട്വ കണ്ടിട്ട് കലിജാനാം കലിയിൽ ജനിക്കുന്നവരുടെ സുഖായച സുഖത്തിനായിക്കൊണ്ട് സ്ഥാപിച്ചു. ഇപ്പം എന്താ പറഞ്ഞു മനസ്സിലായത്? ഏകമായ ആകാരത്തോടുകൂടിയും സാരത്തിന് നീരസത്തെ ജനിപ്പിക്കുന്നതുമായ കലിയെ സാരഗ്രാഹിയായ പരീക്ഷിത്ത് കണ്ടിട്ട് കലിയിൽ ജനിക്കുന്നവരുടെ സുഖത്തിനായിക്കൊണ്ട് സ്ഥാപിച്ചു. അതായത് കലികാലത്ത് ആരാണ് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കലിസന്ധർണോപനിഷത്ത് ജപിക്കുന്നത് അവർക്ക് രക്ഷയുണ്ട്. ഈശ്വരോപാസന ചെയ്യാത്തവർക്ക്, ഈശ്വരോപാസന എന്ന് പറഞ്ഞാൽ മദ്യവും മാംസവും വെച്ചുള്ള നൈവേദ്യമല്ല. എല്ലാറ്റിലും ഉത്തമം മധ്യമം അധമം, എല്ലാറ്റിലും ഉത്തമം മധ്യമം അധമം ഉണ്ട്. അപ്പോൾ അഹിംസാ പരമോ ധർമ്മ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ കൊന്നു തിന്നുന്ന പരിപാടിയില്ല. അതിൻ്റെ ഒരു ഭാവാർത്ഥം പറയണു. എന്താ? അതികഷ്ടം കൂടാതെ, വളരെ ബുദ്ധിമുട്ടാതെ കണ്ട് അതികഷ്ടം കൂടാതെ പരമഫലത്തെ പ്രദാനം ചെയ്യുകയെന്ന. ഏതാ പരമപദം? മോക്ഷം, മുമുക്ഷത്വം.
പരമഫലത്തെ പ്രദാനം ചെയ്യുകയെന്ന ഏക ഗുണം കലിക്കുള്ളതുകൊണ്ട് സാരമേറിയ മറ്റു വസ്തുക്കളെല്ലാം കലിയെ അപേക്ഷിച്ച് സാരം കുറഞ്ഞവ തന്നെ എന്ന് സാരഗ്രാഹികളിൽ വെച്ച് ശ്രേഷ്ഠനായ പരീക്ഷിത്ത് മഹാരാജാവ് അറിഞ്ഞു. വളരെ ഒരു കോമ്പൗണ്ട് സെൻറ്റൻസാണത്. ഒന്നിലധികം എന്താണെന്ന് പറയുക വാചകങ്ങളെ കൂട്ടി, അതിനാണ് കുറച്ചൊരു ഭാഷാ കൗതുകം ഉണ്ടാവണമെന്ന് പറയണത്. അതികഷ്ടം കൂടാതെ കണ്ട് ഇവിടെ എന്താണെന്ന് പറയുക, വാക്കാർത്ഥത്തിൽ എന്താ പറഞ്ഞത്? ആ അതികഷ്ടം കൂടാതെ കണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാരത്തിന് നീരസത്തെ ജനിപ്പിക്കുന്നത് കലിയെ കണ്ടിട്ട് സുഖത്തിനായി കൊണ്ട് സ്ഥാപിച്ചു എന്നാണ്. അതുതന്നെയാണ് ഇവിടെ പറഞ്ഞത്. അതികഷ്ടം കൂടാതെ പരമഫലത്തെ പ്രദാനം ചെയ്യുന്ന തപസ്, ദാനം, ഇതൊന്നും കലികാലത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ? കലിസന്ധരണ ഉപേക്ഷണം. മനസ്സ് നിർമ്മലമാക്കി വയ്ക്കുക. മറ്റുള്ളവർക്ക് പാര വയ്ക്കണം എന്നുള്ള വിചാരം ഇല്ലാതെ ഉണ്ടായാൽ തന്നെ നമുക്ക് രക്ഷപ്പെടാം. അപ്പോൾ അതികഷ്ടം കൂടാതെ പരമഫലത്തെ പ്രദാനം ചെയ്യുകയെന്ന ഏക ഗുണം കലിക്കുള്ളത് കൊണ്ട് സാരമേറിയ മറ്റു വസ്തുക്കളെല്ലാം കലിയെ അപേക്ഷിച്ച് സാരം കുറഞ്ഞവ തന്നെ എന്ന് സാരഗ്രാഹികളിൽ വെച്ച് ശ്രേഷ്ഠനായ പരീക്ഷിത്ത് മഹാരാജാവ് പറഞ്ഞു. കലിയുഗത്തിൽ ജനിക്കുന്നവരുടെ ഗുണത്തെ ലക്ഷ്യമാക്കിയിട്ട് രാജാവ് കലിയെ സംഹരിക്കാതെ നിലയ്ക്ക് നിർത്തി. ഇതാണ് എന്തുകൊണ്ടാണ് പരീക്ഷിത്ത് മഹാരാജാവ് കലിയെ നിഗ്രഹിച്ചില്ല, അതിനുള്ള കാരണമാണ് പറഞ്ഞത്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. 69. കുകർമാചരണാത് സാര സർവതോ നിർഗതോ അധുനാ പദാർത്ഥ സംസ്ഥിതാ ഭൂമോ ബീജഹീനാസ്തുഷായധാം. കുകർമാചരണാൽ സാര സർവതോ നിർഗതോ അധുനാ പദാർത്ഥ സംസ്ഥിതാ ഭൂമോ ബീജഹീനാസ്തുഷായധാം. ഇതിനെന്താ അർത്ഥം? കുകർമാചരണാത്, കുൽസിത കർമ്മങ്ങളുടെ ആചരണം ഹേതുവായിട്ട് ഇന്ന് നടക്കുന്നതൊക്കെ അങ്ങനെയാണ്. കുൽസിത, സ്വന്തം കാര്യം ചിന്താപാ. കുകർമാചരണാത്, സത്കർമ്മമല്ല. കുകർമാചരണ, കുൽസിത കർമ്മങ്ങളുടെ ആചരണം ഹേതുവായിട്ട് ഒരു കുട്ടി റോട്ടിൽ കൂടെ പോവുകയാണ്. അവളൊന്ന് നോണ്ടി, അവൾ പ്രതികരിച്ചാൽ തല്ലി. അങ്ങനെയാണ്. അച്ഛനമ്മമാരോട് കാശ് വേണമെന്ന് പറഞ്ഞു, എന്തിനാന്ന് ചോദിച്ചു, തല്ലി. അതാണ് കുകർമാചരണാത്. സ്കൂളിൽ പഠിക്കാനാണ് പോണത്, പോയാൽ പഠിക്കില്ല, അവിടെ വിപ്ലവങ്ങളാണ്, എന്താണെങ്കിലും ശരി. അതാണ് കുകർമാചരണാത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ കുൽസിത കർമ്മങ്ങളുടെ ആചരണം ഹേതുവായിട്ട് സർവത്തിൽ നിന്നും അധുനാ സാരനിർഗത, അധുനാ സാരനിർഗത, ഇപ്പോൾ സാരം നിർഗമിച്ചു. ഭൂമോ, ഭൂമിയിൽ, പദാർത്ഥങ്ങളെന്ന് പറയണു. ബീജഹീന, മണിയില്ലാതിരിക്കുന്ന, ബീജഹീന, പയറ്, പച്ചപ്പയറ്, ഓലന് പൊട്ടിക്കുക വിചാരിക്കാം, അല്ലെങ്കിൽ തോരൻ വയ്ക്കാൻ അരിയാണ് വിചാരിക്കുക. അതിൽ മണിയില്ലെങ്കിൽ വലിയ രസമില്ല. ബീജം വേണം, പയറിൽ മണി വേണം. എന്നാൽ പയറുമണി ഒറ്റയ്ക്കാണെങ്കിലും വലിയ രസം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ബീജഹീന, മണിയില്ലാതിരിക്കുന്ന, തുഷായഥ, ഉമികളെന്ന പോലെ. തുഷായഥ, ഉമികൾ. അവിടെ തുഷാഹ എന്ന് പറഞ്ഞാൽ ഉമികൾ എന്നർത്ഥം. ഉമികളെന്ന പോലെ സംസ്ഥിതാഹ, സ്ഥിതങ്ങളാകുന്നു. അതിൻ്റെ അർത്ഥം ഒന്നുകൂടി പറയാം. കുൽസിത കർമ്മങ്ങളുടെ ആചരണം ഹേതുവായിട്ട് സർവത്തിൽ നിന്നും ഇപ്പോൾ സാരം നിർഗമിച്ചു ഭൂമിയിൽ പദാർത്ഥങ്ങൾ മണിയില്ലാതിരിക്കുന്ന
ഉമികളെന്ന പോലെ സ്ഥിതങ്ങളാകുന്നു. വാക്കർത്ഥമായി. ഇനി അതിൻ്റെ ഭാവാർത്ഥം നോക്കുക. കുൽസിത കർമ്മങ്ങളുടെ അനുഷ്ഠാന നിമിത്തം സർവത്തിൽ നിന്നും സാരാംശം പോയിരിക്കുന്നു. സാരാംശം പോയി. സാരാംശം ബോധിപ്പിക്കുന്നതായ കഥാദികളെല്ലാം ഇപ്പോൾ സാരാംശമായ മണികളില്ലാതെ ഇരിക്കുന്ന ഉമികളെപ്പോലെ നിസ്സാരങ്ങളായി തീർന്നിരിക്കുന്നു. ഒരു ഉദാഹരണം, എനിക്കറിയുന്നൊരു ഉദാഹരണം പറയാം. ശ്രീകൃഷ്ണ അവതാരം കഥ വരുമ്പോൾ കുറച്ച് ലഡു അല്ലേ വിതരണം ചെയ്തു, അല്ലെങ്കിൽ ചോക്ലേറ്റ് ആചാര്യൻ ഓഡിയൻസിലേക്ക് എറിഞ്ഞു. അതല്ല അവതാരം. അവതാരം എന്ന് പറഞ്ഞത് ശുദ്ധ മനസ്ഥിതി ഉണ്ടാവണം. സ്വന്തം ഹൃദയഗഹ്വരത്തിൽ വിരാജിക്കുന്ന ചൈതന്യത്തെ, കൽമഷങ്ങളെ മാറ്റി അറിയാൻ സാധിക്കണം. അതാണ് അവതാരം. ഇപ്പം നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നും. കാരണം നിങ്ങൾക്ക് ഒരു പ്രീ കണ്ടീഷൻ ഉണ്ട്. എന്താ? ചതുർബാഹു ആയിട്ടാണ് മഹാവിഷ്ണു, എനിക്ക് 2 കായേ ഉള്ളൂ, പിന്നെ എങ്ങനെ ചതുർബാഹു ഉള്ളിലുണ്ടാവുക എന്ന് ചോദിച്ചാൽ ഞാൻ മലങ്ങി, എനിക്കതിന് ഉത്തരം പറയാൻ പറ്റില്ല. ചൈതന്യവത്തായിട്ടാണ്. ഒരുത്തിനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നും. നനയ്ക്കണം. നനച്ചിട്ടില്ലെങ്കിൽ ഒരു കാര്യമില്ല. തെറ്റ് ചെയ്യുമ്പോൾ അച്ഛനമ്മമാരെ നനയ്ക്കണം. ഭാര്യ ഭർത്താവിനെ നനയ്ക്കണം, ഭർത്താവ് ഭാര്യനെ നനയ്ക്കണം. ആലോചിക്കണം, ഇല്ലെങ്കിൽ മോശം. കുട്ടികൾ അച്ഛനമ്മമാരെ നനയ്ക്കണം. ആലോചിക്കണം. അച്ഛനമ്മമാർ കുട്ടികളെ നനയ്ക്കണം. ഇപ്പോൾ നമ്മൾ വാട്സപ്പിലൊക്കെ കാണാറുണ്ടല്ലോ, 2 കുട്ടികളെ തനിച്ചാക്കി അമ്മ കാമുകനോടൊപ്പം പോയി, അല്ലെങ്കിൽ അച്ഛൻ, അങ്ങനെയാവാം, എങ്ങനെ വേണമെങ്കിൽ ആവാം. അപ്പോൾ സമൂഹത്തിനോട് നമുക്കൊരു പ്രതിബദ്ധത ഉണ്ടാവണ്ടേ? അവരവരുടെ കുട്ടികളോട് നമുക്കൊരു പ്രതിബദ്ധത ഉണ്ടാവണ്ടേ? സ്ത്രീക്ക് പുരുഷനോടും പുരുഷന് സ്ത്രീയോടും ഒരു പ്രതിബദ്ധത ഉണ്ടാവണ്ടേ? അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ഉമികളാവാൻ സമ്മതിക്കരുത്. ബീജം ഉണ്ടെങ്കിലല്ലേ അങ്കുരിക്കൂ. അപ്പോൾ കുൽസിത കർമ്മങ്ങളുടെ അനുഷ്ഠാന നിമിത്തം സർവത്തിൽ നിന്നും സാരാംശം പോയിരിക്കുന്നു. സാരാംശം ബോധിപ്പിക്കുന്നതായ കഥാദികളിലെല്ലാം ഇപ്പോൾ സാരാംശമായ മണികളില്ലാതെ ഇരിക്കുന്ന ഉമികളെന്ന പോലെ നിസ്സാരങ്ങളായി തീർന്നിരിക്കുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണാതെ കണ്ടാണ് പറയണത്. പക്ഷേ ഞാൻ ക്യാമറ നോക്കി എൻ്റെ ചൈതന്യത്തിനെ നോക്കി ഞാൻ ചിരിക്കണം. കാരണം എന്താണ്? എനിക്ക് വേറെ നിവൃത്തിയില്ല. അപ്പോൾ പറയുമ്പോൾ ഇനി അത് ഇത് അങ്ങനെ എൻ്റെ മനസ്സിന് തോന്നാൻ കാരണം സഭ്യമല്ലാത്തത് സഭയിൽ പറയില്ല എന്ന് നമുക്കൊരു ധാരണ വേണം. സഭ്യമായത്. ഇപ്പം നമ്മൾ പലവരും പെറ്റുകളെ വളർത്തുന്നുണ്ട്, പൂച്ചയെ വളർത്തുന്നവരുണ്ട്, നായയെ വളർത്തുന്നുണ്ട്. അത്ര സ്നേഹം സ്വന്തം അച്ഛനമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടോ? പെറ്റുകളെ വളർത്തുന്നവരോട് എനിക്കൊരു ചോദ്യം. അല്ലെങ്കിൽ ഇൻലോസ് അല്ലേ? ചിലവരെ ബെഡിൽ നായനെ കെട്ടിപ്പിടിച്ചും ഉമ്മ വെച്ചും. ഇനി ഇതിൻ്റെ ഒരു ശാസ്ത്രീയമായ രീതിയുണ്ട്. ഒരു പുരുഷായുസ് എന്ന് പറഞ്ഞാൽ 100 വയസ്സാണ്. ആ 100 വയസ്സിലെ കുട്ടിക്കാലമൊക്കെ നമുക്കൊന്നിനും കൊള്ളാണ്ട് പോകും. പിന്നെ പകുതി തമാശയായിട്ട് പോയി, പകുതി ഉറക്കമായിട്ട് പോയി. വളരെ കുറച്ച് കാലം നമ്മൾക്ക് ആലോചിക്കാനുള്ള സമയമുള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ പൂച്ചയ്ക്കൊക്കെ നോട്ട് മോർ ദാൻ 6 വയസ്സോട്ടേ ഉള്ളൂ പ്രായം. 6 വയസ്സിൽ മീതിരിക്കില്ല പൂച്ചകൾ. നായ്ക്കൾ ഒരു 12 വയസ്സ് വരെ ഇരിക്കും. അപ്പോൾ എത്ര ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയാലും 12 വർഷം കഴിഞ്ഞാൽ അവർ മരിക്കും. അപ്പം നമുക്ക് ദുഃഖമായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു നായ മരിച്ചിട്ടുണ്ടെങ്കിൽ
നായയുടെ ഫോട്ടോ ഒക്കെ മാലയിടിച്ച് പേപ്പറിൽ കൊടുക്കും. അച്ഛൻ്റെയോ മുത്തശ്ശൻ്റെയോ പിറന്നാൾ നമ്മൾ കൊടുക്കില്ല, അതിന് കാശ് ചിലവാക്കാനില്ല നമ്മുടെ അടുത്ത്. അപ്പോൾ നായേനെ വളർത്തുമ്പോൾ നായ കടിച്ചാലുണ്ടാവുന്ന പൊല്ലാപ്പത് വേറെ. ഇനി നിങ്ങൾക്ക് അറയ്ക്കാവുന്ന അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ സാധിക്കാത്തൊരു സത്യം ഞാൻ പറയാം. പ്രത്യേകിച്ച് പൂച്ചകളെ മടിയിൽ വെച്ച് താരാട്ടരുത്. ആരെ? ബാലികമാർ. എന്താ അങ്ങനെ പറയാൻ കാരണം? ഘ്രാണശക്തി ജാസ്തിയാണ് പൂച്ചയ്ക്ക്. അപ്പോൾ പൂച്ച ഒരു ബാലികയുടെ മടിയിലിരുന്നാൽ അതിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് അത് ആ ബാലികയുടെ മടിയിലിരുന്ന് അതിൻ്റെ യോനി മണക്കും. ആ യോനി മണക്കപ്പെട്ട കുട്ടികളുണ്ടാവില്ല. പിന്നെ ഇതൊരു സയൻസാണ്. നിങ്ങൾ വിചാരിക്കും ബ്ലഡി രാജേട്ടൻ എന്തൊക്കെയായി പറഞ്ഞതാണ്. നിങ്ങൾ എന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. നിങ്ങൾ എന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. ഇതാണ് എൻ്റെ സത്യം. അപ്പോൾ എന്നാൽ ശരി, എന്നാ വയസ്സായിട്ടുള്ളവർ പ്രസവമൊക്കെ നിർത്തിയവരായിക്കോട്ടെ. അങ്ങനെ വിചാരിച്ചാൽ നല്ലപ്പം കാലത്ത് നമ്മൾ അറിയാതെ കണ്ട് ചിലപ്പോൾ അണ്ടർ കമ്പൽഷൻ നമ്മുടെ ഭർത്താവ് നമ്മളോട് പറയാണ്, നീ എന്നെ എനിക്ക് 7 ജന്മം ഭാര്യയായിട്ട് വരണമെന്ന് പറഞ്ഞാൽ, ഈ പൂച്ച ഇങ്ങനെ ഒരു കുസൃതിത്തരം ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ജന്മം അവർക്ക് ഭാര്യയായിട്ട് സന്താനത്തിന് കൊടുക്കാനുള്ള ശക്തി ഉണ്ടാവുമോ? അപ്പൊ ചിലവർ ചോദിക്കും, ഈ പുനർജന്മത്തിന് ഇത്രയൊക്കെ പ്രസക്തി ഉണ്ടോ? ഉണ്ട്. 2 വയസ്സ്, 1 വയസ്സ്, 1.5 വയസ്സാകുമ്പോഴേക്കും താളം പിടിക്കുന്ന കുട്ടികളില്ലേ, രാഗം മൂളുന്ന കുട്ടികളില്ലേ, പാട്ട് പാടുന്ന കുട്ടികളില്ലേ? അതൊക്കെ എങ്ങനെ, ആരാ പഠിപ്പിച്ചിട്ടുള്ളത്? പ്രഹ്ലാദന് കായാധു എന്ന തൻ്റെ അമ്മയുടെ ഗർഭസ്ഥാവസ്ഥയിലിരിക്കുമ്പോൾ തന്നെ നാരദര് കായാധുവിന് ബ്രഹ്മോപദേശം ചെയ്യുക കാരണം അറിയാം. അങ്ങനെയാണ് അറിഞ്ഞിട്ടുള്ളത്. പറയുമ്പോൾ പ്രഹ്ലാദൻ ആസുരീയ ബാലനായിരുന്നു. നിങ്ങൾക്ക് കുറച്ച് സമയം മനനം ചെയ്യാൻ ഞാൻ ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ ചില പ്രഭാഷണം ചെയ്യുന്നുണ്ട്. അത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല, പോർഷൻ കഴിയണം. അപ്പോൾ സർട്ടൻ തിങ് നമ്മൾ മുഖവിലയ്ക്ക് എടുക്കണം. അപ്പോൾ പെറ്റുകളെ വളർത്തിയാൽ എന്താണ് നമുക്ക് ലാഭം? എപ്പോഴാണ് നമ്മൾ പെറ്റുകളെ വളർത്തുന്നത്? പഠിക്കുന്ന സമയത്തോ? അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള സമയം നമ്മൾ ശരിക്കും യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ? ഇനി കല്യാണം കഴിഞ്ഞു ഭാര്യയും ഭർത്താവായിട്ടിരിക്കുമ്പോൾ പെറ്റിൻ്റെ പിന്നാലെ പോയാൽ ഭർത്താവിനെ ശുശ്രൂഷിക്കാനോ അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കാനോ നമുക്ക് സമയമുണ്ടോ? അൾട്ടിമേറ്റ് എയിം എന്താണ് പെറ്റുകളെ വളർത്തണേൽ? അപ്പോൾ ഞാനിത് പറയാൻ കാരണം ഈ മണികളില്ലാതിരിക്കുന്ന ഉമികളെ പോലെ എന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ മനോമുഖരത്തിൽ ഇത്ര വലിയൊരു ആശയ ആവിഷ്കാരത്തിനുള്ള സന്ദർഭം കിട്ടിയത്. ഈ ഒറ്റപ്പാലം അടുത്ത് പാലപ്പുറത്ത് നിർമ്മലാനന്ദഗിരി മഹാരാജ് പറഞ്ഞ വലിയൊരു സന്യാസി ശ്രേഷ്ഠൻ, സന്യാസിക്ക് എന്തിനടാ സംഘടന എന്ന് ചോദിച്ചൊരു മഹാ വ്യക്തിയാണ്. ഇനി ഇതിൻ്റെ തമാശ എന്താ? ചിലവർ ഇതുവരെ പറഞ്ഞു കേൾക്കാത്ത യജ്ഞങ്ങളും യാഗങ്ങളും പറഞ്ഞിട്ടാണ് ആൾക്കാരെ പ്രശ്നങ്ങളിൽ തള്ളിയിരുന്നത്. ഇത് കലികാലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരേരാമ ജപിച്ചോ, മനസ്സ് നിർമ്മലമാക്കാൻ നമ്മൾക്ക് എന്ത് സാധിച്ചു? നിങ്ങൾക്ക് ഓപ്പണായിട്ട് എന്നോട് എന്ത് വേണമെങ്കിലും ചോദിക്കാം.
ഞാൻ എൻ്റെ സഹോദരനെ, എൻ്റെ സഹോദരിയെ, ഞാൻ എൻ്റെ മകളെ ഹാൻഡിൽ ചെയ്യണം. കൂടുതൽ നിങ്ങളെ ഹാൻഡിൽ ചെയ്ത് നിങ്ങളുടെ സംശയങ്ങൾ എനിക്ക് നിവർത്തിച്ച് തരാൻ പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞത് തെങ്ങിൻ്റെ മുകളിൽ മയക്ക വെച്ച് പറയേണ്ടതല്ല ഭാഗവതം. അപ്പം എന്തായി? സാരാംശമായ മണികളില്ലാതിരിക്കുന്ന ഉമികൾ എന്ന പോലെ നിസ്സാരങ്ങളായി തീർന്നിരിക്കുന്നു. 69ാമത്തെ ശ്ലോകം കഴിഞ്ഞു. 70. ഇപ്പം നമ്മൾ എന്താ ചെയ്തത്? ആകെ 2 ശ്ലോകമാണ് പറഞ്ഞത്, 68ഉം 69ഉം. 20 മിനിറ്റ് കഴിഞ്ഞു. 70ാമത്തെ ശ്ലോകം പറഞ്ഞു, വിപ്രൈ ഭാഗവതീ വാർത്ത ഗേഹേ ഗേഹേ ജനേ ജനേ കാരിതാ കണലോഭേന കഥാസാരസ്തോ ഗതാ. വിപ്രൈർഭാഗവതീ വാർത്ത ഗേഹേ ഗേഹേ ജനേ ജനേ കാരിതാ കണലോഭേന കഥാസാരസ്തോ ഗതാ. എന്താണ് ഇതിനർത്ഥം? 70ാമത്തെ ശ്ലോകം, വിപ്രൈ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരാൽ, വിപ്രൈഹി, അതായത് പിന്നെ 2 കുത്തുണ്ട് അവിടെ. അപ്പോൾ വിപ്രൈ ബ്രാഹ്മണരാൽ കണലോഭേന അല്പവസ്തുവിൽ ആഗ്രഹം കൊണ്ട്. ഇത് എപ്പോൾ എഴുതിയതാ? കലികാലം തുടങ്ങുന്ന സമയത്ത്. ഓക്കെ, നിങ്ങൾ പറയുന്ന 5000 വർഷങ്ങൾക്ക് മുമ്പേ ബ്രാഹ്മണർക്ക് അത്യാർത്ഥി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സ്ഥിതി നമുക്ക് മനസ്സിലാക്കിക്കൂടെ? അപ്പോൾ ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അല്പവസ്തുവിൽ ആഗ്രഹം കൊണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലൗകികത ഒക്കെ അല്പവസ്തുവാണ്. ആധ്യാത്മികതയോ സീരിയസ് ആണ്. ആധ്യാത്മികതയിൽ സമയം ചെലവഴിച്ചത് പാഴാവില്ല. ഞാൻ എന്നെ ഉദാഹരിച്ച് എനിക്ക് പലതും പറയാനുണ്ട്. എൻ്റെ 72 വയസ്സിൽ ഞാൻ എത്ര സമയം ഇതിൽ കളഞ്ഞിട്ടുണ്ട്, അതിന് 100 ഇരട്ടി നല്ല ഒരു ജീവിതം അനുഭവിച്ചു വരുന്ന ആളാണ് ഞാൻ. എന്നാൽ അത് അധികം കാലമായോ? ഇല്ല, ഒരു 4 കൊല്ലമായിട്ടുള്ളൂ. 4 അല്ലെങ്കിൽ 5 കൊല്ലം, 4.5 കൊല്ലം. അതുവരെയും സ്ട്രഗിളായിരുന്നു. എന്തിനുള്ള സ്ട്രഗിള്? ധാർമ്മികമായ കാര്യങ്ങളിൽ നിന്ന് ഒഴിവ് ആവാണ്ട് ധാർമ്മികപരമായിട്ട് ജീവിക്കാൻ, ഉമിയായിട്ട് ജീവിക്കാനല്ല, ഉമിയുടെ ഉള്ളിൽ മണികൾ ഉണ്ടായിക്കൊണ്ട് തന്നെ ജീവിക്കാൻ വേണ്ടിയിട്ടായിട്ട് ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. അപ്പോൾ കണലോഭേന അല്പവസ്തുവിൽ ആഗ്രഹം കൊണ്ട് ഗേഹേ ഗേഹേ വീട് തോറും ജനേ ജനെ ജനം തോറും ഭാഗവതീ വാർത്ത ഭഗവത് കഥ എന്നർത്ഥം. ഭഗവത് കഥയ്ക്കാണ് ഭാഗവതീ വാർത്ത. കാരിത ചെയ്യിക്കപ്പെടുന്നു. അതുകൊണ്ട് കഥാസാരം ഗത നിഷ്ഫലമായി ഭവിച്ചു. കഥാസാരം എന്തുകൊണ്ടാണ് ബ്രാഹ്മണരെ അല്ലെങ്കിൽ പൂണൂലിട്ടവരെന്ന് പറയാം ഈ ഭാഗവത മാഹാത്മ്യം പറയാത്തത് എന്ന് പറഞ്ഞാൽ? ഇതിൻ്റെ അർത്ഥം പറഞ്ഞാൽ അവർ പ്രതിയായിട്ട് മാറും, വാദി പ്രതിയായിട്ട് മാറും. എന്നാൽ സാധാരണക്കാരിത് മനസ്സിലാക്കിയിട്ട് അവരെ തിരുത്തുന്നുണ്ടോ? പറ്റില്ലല്ലോ. അവിടെയല്ലേ പ്രശ്നം. അപ്പം എന്തായി കാരിത അതുകൊണ്ട് കഥാസാരം ഗത നിഷ്ഫലമായി. ഒരു ഉദ്ദേശശുദ്ധി ഉണ്ടാവണം എന്നർത്ഥം. ഇനി അതിന് ഒരു അർത്ഥം കൂടിയും പറയാം. ബ്രാഹ്മണരാൽ അല്പവസ്തുവിൽ ആഗ്രഹം കൊണ്ട് വീട് തോറും ജനം തോറും ഭഗവത് കഥ ചെയ്യിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് കഥാസാരം നിഷ്ഫലമായി എന്ന് പറഞ്ഞാൽ നമ്മൾ സപ്താഹ പല സ്ഥലത്തും ചെയ്തിട്ടുണ്ട്, പക്ഷേ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കണില്ല. അതിൻ്റെ എന്താണെന്നാ പറയുക, എഫക്റ്റ് പോയി. കാരണം ഒക്കെ മിമിക്രി മാതിരി ആയിപ്പോയി. നമ്മൾ എന്താ മിമിക്രി പോലെ എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും
എന്താന്നാ പറയാ, നരസിംഹാവതാരം വരുമ്പോൾ ആചാര്യനെ പട്ടൊക്കെ പൊതിപ്പിച്ച് ഫ്ലഡ് ലൈറ്റ് ചോപ്പ് ലൈറ്റൊക്കെ ഇട്ട് ചെമ്പരത്തിമാലയൊക്കെ ഇട്ടിട്ട് പന്തൊക്കെ പിടിച്ചിട്ട് ആക്രോശിക്കണം. സ്തംഭേ എന്നൊക്കെ ഇവിടെ നാരായണീയത്തിനുണ്ടല്ലോ ചില ആക്രോശങ്ങൾ. നമ്മൾ ആക്രോശിച്ച നരസിംഹം പോലെ ആവുമോ? ആലോചിച്ച് നോക്കൂ. അപ്പം ഈശ്വരനെ അനുമോദിക്കൂ, ഈശ്വരനെ അനുകരിക്കരുത്. രുക്മിണി സ്വയംവരം, ഒരു കുട്ടിക്ക് കോളേജ് അഡ്മിഷൻ ഒരു 5,000 റുപ്പീസ് വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കാത്ത നമ്മൾ 5,000 രൂപ ചിലവഴിക്കിട്ട് പെപ്പെ നാദസ്വരം. എന്തിന്? രുക്മിണി സ്വയംവരം. കുട്ടികൾ കുച്ചിപ്പുടി ഡാൻസോ ഭരതനാട്യത്തിനോ ഉപയോഗിക്കുന്ന ആർട്ടിഫിഷ്യൽ കുറേ മുത്തുമാലകളൊക്കെ പ്ലാഷോ പാലസ് ഉണ്ടാക്കിയുള്ള ഒരു സ്ത്രീ രൂപത്തിനിട്ട്, അതാണോ രുക്മിണി? അപ്പം എന്തൊക്കെയോ ചില മാൽ പ്രാക്ടീസ്. ഉമിയിലാണ് നമ്മൾ കുത്തണത്. നെല്ല് കുത്തിയാലല്ലേ അരി ഉണ്ടാവുള്ളൂ. ഉമി കുത്തിയാൽ നെല്ലുണ്ടാവുമോ? മണികളൊക്കെ പോയി. അണ്ണാൻ തിന്ന പയറ് പയറിൻ്റെ മണി മാത്രമേ തിന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഉപ്പേരി വെച്ച് കഴിക്കുമോ? ഇല്ലല്ലോ. അതേപോലെ തന്നെയാണ് ഇവിടെ. അപ്പോൾ പറഞ്ഞു, അതിൻ്റെ ഭാവാർത്ഥം പറയണു, കുൽസിത കർമാചരണത്താൽ സർവപ്രവർത്തികളും സാരവിഹീനങ്ങളായിരിക്കുന്നുവെന്ന് മുകളിൽ പറഞ്ഞതിനെ 7 ശ്ലോകം കൊണ്ട് സ്പഷ്ടമാക്കുന്നു. 7 ശ്ലോകങ്ങളെ കൊണ്ട് അടിച്ച് പൊളിച്ച് പറയണം. കുൽസിത കർമാചരണത്താൽ സർവപ്രവർത്തികളും സാരവിഹീനങ്ങളായിരിക്കുന്നുവെന്ന് മുകളിൽ പറഞ്ഞതിനെ 7 ശ്ലോകം കൊണ്ട് സ്പഷ്ടമാക്കുന്നു. ബ്രാഹ്മണർ അല്പലാഭത്തെ ആഗ്രഹിച്ചുകൊണ്ട് വീടുകൾ തോറും പ്രവേശിച്ച് ഓരോരുത്തർക്കും ഭാഗവതം കേൾപ്പിക്കുന്നു. കേൾക്കണമെന്ന ആഗ്രഹത്താൽ കേൾക്കുകയല്ല. ഇപ്പോൾ നമ്മൾ ഇന്ന് ഞാനാണ് 10,000 രൂപ കൊടുത്ത് അന്നദാനം സ്പോൺസർ ചെയ്തെന്നത് വിചാരിച്ചാൽ, ഞാൻ എൻ്റെ കുട്ടികളേനും അയലോക്കക്കാരേനും ബന്ധുമിത്രാദികളൊക്കെ വിളിച്ച് ഒരു 7:30 മണിക്ക് അവിടെ എത്തും. എന്തിനാ? 8:30 മണിക്ക് നാസ്ത കഴിക്കാൻ. 11:30-11:45 ഞാൻ കുറച്ച് ടിഫിൻ കാരിയരൊക്കെ ആയിട്ട് ചെല്ലും. പായസം, അവിയൽ, എന്തൊക്കെയാണ് സദ്യവട്ടുള്ളത് അതൊക്കെ വൈകുന്നേരത്തേക്ക്. എന്നിട്ട് ഞങ്ങളെല്ലാവരും ഊണ് കഴിച്ചിട്ട് പോരും. 2:30 മണിക്ക് ശേഷം ഭാഗവതം വേദിയിൽ എത്ര ആൾക്കാർ ഇരിക്കാറുണ്ട്? ഒരു 4 മണി വരെ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഓരോരുത്തർക്കും ഭാഗവതം കേൾപ്പിക്കുന്നു. കേൾക്കണമെന്ന ആഗ്രഹത്താൽ കേൾക്കുകയല്ല. മലയാളത്തിലൊരു പ്രോവർബ് ഉണ്ട്, എള്ള ഉണങ്ങുന്നത് എണ്ണയ്ക്കാണ്, കുറിഞ്ചാത്തനോ ചോദിച്ചു അത്രേ. എള്ള ഉണക്കാട്ടുണ്ട്. എള്ള ഉണങ്ങണം, നല്ല എണ്ണ കിട്ടുള്ളൂ. കുറിഞ്ചാത്തനോ ചത്തുപോവും. അതേമാതിരി ചില അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ ചെയ്യണത്. നിഷ്ഫലം ഗതഹ. അപ്പോൾ ഭാഗവതം കേൾപ്പിക്കുന്നു, കേൾക്കണമെന്ന ആഗ്രഹത്താൽ കേൾക്കുകയല്ല, ബ്രാഹ്മണരുടെ നിർബന്ധത്താൽ കേൾക്കുകയാവുന്നു. പുണ്യം കിട്ടുന്നുള്ള വ്യാമോഹത്തിലാണ്. പുണ്യം കിട്ടണമെങ്കിൽ മനസ്സ് നിർമ്മലാവസ്ഥ ആവണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? കേൾപ്പിക്കണമെന്ന താല്പര്യത്താൽ കേൾപ്പിക്കുകയല്ല. അല്ലേ? ഇപ്പോൾ നീലക്കല്ല് വേണോ എന്നൊരു പാട്ട് പാടും സപ്താഹവേദിയിൽ. കൃഷ്ണനായി വേണമെന്നാണ് ചോദിക്കുന്നത്. ആർക്കാണ് വേണ്ടത്? പാട്ട് പാടുന്ന ആൾക്കോ കേൾക്കുന്ന ആൾക്കോ? അപ്പോൾ ഏതോ ഒരു തിരുമേനി അദ്ദേഹത്തിൻ്റെ ഭക്തിസാന്ദ്രമായ അവസ്ഥ വണ്ടി ഡൽഹിയിൽ നിന്ന് വിട്ടു, വിശാഖപട്ടണത്തേക്ക് പോയി, അല്ലെങ്കിൽ ഗുജറാത്തിലേക്ക് പോയി. നമ്മൾ എത്ര ചീപ്പായിട്ട് മാറുക ചെയ്തത്? അതാണോ ഈശ്വരൻ? ഈശ്വരൻ നിരാകാരനാണ്. ഈശ്വരന് ജന്മവുമില്ല, മരണവുമില്ല. ഈശ്വരൻ വളരണില്ല, വൃദ്ധി പ്രാപിക്കണില്ല, ക്ഷയിക്കണില്ല. അതല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്? അപ്പോൾ കേൾപ്പിക്കണമെന്ന താല്പര്യത്താൽ കേൾപ്പിക്കുകയല്ല, അല്പം മാത്രം ധനം കിട്ടണമെന്നുള്ള മോഹത്താൽ കേൾപ്പിക്കുകയാകുന്നു. അതുകൊണ്ട് കേൾക്കുന്നവർക്കും കേൾപ്പിക്കുന്നവർക്കും ഭഗവത് കഥാശ്രവണ കീർത്തന ഫലം ലഭിക്കുന്നില്ല. ഇത് ഞാനല്ല പറഞ്ഞത്, പണ്ഡിറ്റ് ഗോപാലൻ നായർ അദ്ദേഹം എഴുതിയിട്ടുള്ള
ആഖ്യാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കണത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം എഴുതിയതാണോ? അല്ല. വ്യാസര് എന്താ പറയുക, ഈ മഹാത്മ്യം സ്കന്ദപുരാണത്തിൽ നിന്ന് എടുത്തിട്ടുള്ള, അല്ല, പത്മപുരാണത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. പത്മപുരാണത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഈ മഹാത്മ്യം വ്യാസർ എഴുതിയിട്ടുള്ളതാണ്. വ്യാസർ എന്തുകൊണ്ട് എഴുതി? ഇതാണ് നടക്കുന്നത് എന്നുള്ളതറിയാം, അല്ലെങ്കിൽ നടക്കാൻ പോണത് എന്നുള്ളതറിയാം. അദ്ദേഹം ത്രികാലജ്ഞാനിയാണ്. അപ്പോൾ ഭാഗവത് കഥാശ്രവണ കീർത്തനഫലം ലഭിക്കുന്നില്ല. അതിനാൽ കഥാസാരം നിഷ്ഫലമായി. കഥാസാരം എന്താ? തത്വങ്ങളാണ് പറയേണ്ടത്. ഈശ്വരൻ ആമയാണോ? അല്ല. ഈശ്വരൻ മായയെ ഉപോത്ഫലകമായി ആമയായി അവതരിച്ചിട്ടുണ്ട്. ഐ എഗ്രി. അപ്പോൾ 2 ദിവസം മുമ്പ് ഗുരുവായൂർ അമ്പലത്തിൽ ഏതോ ഒരു രസികൻ അല്ലെങ്കിൽ കുളത്തുനിന്നൊരു ആമ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്നാ. പിന്നെ ആലോചിച്ച് നോക്കൂ. അത് ചിലവരെ ഈ ആമേനെ ചുട്ടു തിന്നുന്ന ആൾക്കാരുണ്ട്, ഭഗവാനെ ചുട്ടു തിന്നുന്ന ആൾക്കാരുണ്ട്. ഭഗവാൻ എന്തിലും ഏതിലും ഭഗവാനെ കാണുകയാണെങ്കിൽ തരക്കടില്ല. തന്നെ നിഷ്കർഷിച്ച് കള്ളു കുടിക്കരുത് എന്ന് പറയുന്ന അച്ഛനിൽ ഈശ്വരനെ നമ്മൾ കാണുന്നുണ്ടോ? കാണുന്നില്ലല്ലോ. നർക്കോട്ടിക്സ് കഴിക്കരുത് എന്ന് പറയുന്ന ഭാര്യ ഭർത്താവിനെ ശാസിക്കുമ്പോൾ ആ ഭാര്യയിൽ ഈശ്വരീയത കാണുന്നുണ്ടോ നമ്മൾ? അപ്പം ചുരുക്കത്തിൽ നമുക്ക് ഡിസിപ്ലിൻ ഇഷ്ടമാവണില്ല. അതാണ്. ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് ഉണ്ട്. എല്ലാവർക്കും അമിത സ്വാതന്ത്ര്യം വേണം. അപ്പം നമ്മുടെ ബുദ്ധി പോയിട്ട് എന്തായി? കുറച്ച് കാശ് കിട്ടും വിചാരിച്ച് റീൽസ് ഉണ്ടാക്കുക ആൾക്കാർ. റീൽസ് ഉണ്ടാക്കി കുട്ടികൾ ഇറങ്ങി പോവാണ്, എന്നെ തല്ലുകയാണ്, ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല, ഞാൻ അതാ ഇറങ്ങി പോണു. അത് റീൽസാണ്. അത് സത്യമായിട്ട് അങ്ങനെ ഒരു കുട്ടിക്ക് ഇറങ്ങിപ്പോകാൻ പറ്റുമോ? ഇറങ്ങിപ്പോയാൽ അച്ഛനമ്മമാർക്ക് ഇഷ്ടമാവുമോ? അപ്പോൾ എന്തൊക്കെ കോലാഹലമാണ് നമ്മൾ ഈ മോഡേൺ ഗാഡ്ജറ്റ്സ് കൊണ്ട് കാണിച്ചു കൂട്ടുന്നത്. അതല്ലേ ഇവിടെ പറയുന്നുള്ളൂ. ഭഗവത് കഥാശ്രവണ കീർത്തന ഫലം ലഭിക്കുന്നില്ല, അതിനാൽ കഥാസാരം നിഷ്ഫലമായി. അത് കഴിഞ്ഞിട്ട് പറയണു 71ാമത്തെ ശ്ലോകം. അത്യുഗ്രഭൂരി കർമാണോ നാസ്തികാരൗരവാചനാം തേ അഭി തിഷ്ടന്തി തീർത്ഥേഷു തീർത്ഥസാരസ്ഥതോ ഗതാം. അത്യുഗ്രഭൂരി കർമാണോ നാസ്തികാരൗരവാചനാ തേ അഭി തിഷ്ടന്തി തീർത്ഥേഷു തീർത്ഥസാരസ്ഥതോ ഗതാം. അവിടെ പറയണു രൗരവാജനാഹ, രൗരവത്തിൽ നിന്ന് വന്നിരിക്കുന്നവരും. രൗരവം എന്ന് പറഞ്ഞ ഒരു നരകമാണ്, നരകത്തിൻ്റെ പേരാണ്. രൗരവത്തിൽ നിന്ന് വന്നിരിക്കുന്നവരും അത്യുഗ്രഭൂരി കർമാണ, അതികഠിനങ്ങളായ ഭൂരികർമ്മങ്ങളോടുകൂടിയവരുമായ. ഈ ഗരുഡൻ തൂക്കം എന്നൊന്നും ഭക്തിയുടെ പ്രമാണമല്ല. പിന്നെ എന്തിൻ്റെ പ്രമാണമാണ്? അതികഠിനങ്ങളായ ഭൂരികർമ്മങ്ങളോടുകൂടിയവരുമായ നാസ്തികാഹ, ദൈവവിശ്വാസമില്ലാത്തവർ യാതൊരുത്തരോന്ന. തേ അഭി, അവരും തീർത്ഥേഷു തിഷ്ടന്തി, തീർത്ഥങ്ങളിൽ വസിക്കുന്നു. ഇപ്പോൾ ഒന്നും വേണ്ട. ഈ കാശിഘട്ടിലൊക്കെ പോയ ശവം തീയിലിട്ടിട്ട് അത് ചിലവർ ഭസ്മം പൂശി ജടാമകുടൊക്കെ ധരിച്ചിട്ടുള്ളവർ അത് ഭക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് അവർ അഘോരികളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റണതൊക്കെ ഉത്തമ ഭക്തിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആലോചിച്ച് നോക്കൂ. ഭഗവാൻ ആരാ? പരമശിവൻ ആരാ? മംഗളദായകനാണ്. ശിവം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശിവം ശിവകരം ശാന്തം. മംഗളമുള്ളവനാണ് ശാന്തത ഉണ്ടാവുക. മംഗളം ഭവതു, കല്യാണം ഭവതു. മംഗളസ്വരൂപനാണ്, അവനാണ് ശാന്തത ഉണ്ടാവുക. അപ്പോൾ അഘോരികൾക്ക് ശാന്തതയുണ്ടോ? അപ്പോൾ നമ്മൾ അവരെ ബഹുമാനിക്കണോ? അവർക്ക് കഞ്ചാവ് വാങ്ങി കൊടുക്കണോ? കള്ളു കുടിക്കണോ? കള്ളു കുടിപ്പിക്കണോ? അപ്പോൾ എല്ലാറ്റിലും അതിൻ്റേതായിട്ടുള്ള പോരായ്മകളുണ്ട്. കാരണം നമ്മൾ മൂലഗ്രന്ഥം വായിക്കണില്ല, മൂലഗ്രന്ഥം വായിച്ച് പഠിക്കണില്ല. അപ്പോൾ
അത്യുഗ്രഭൂരികർമാണ അതികഠിനങ്ങളായ ഭൂരികർമ്മങ്ങളോടുകൂടിയവരുമായ നാസ്തികന്മാരെന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസമില്ലാത്തവർ യാതൊരുത്തരോ തേ അഭി അവരും തീർത്ഥേഷു തിഷ്ടന്തി തീർത്ഥങ്ങളിൽ വസിക്കുന്നു തഥ അതുകൊണ്ട് തീർത്ഥസാരഗത തീർത്ഥസാരം നശിച്ചു എന്ന്. വേദാന്ത കീർത്തനത്തിൽ എന്താ പറഞ്ഞത്? വേദാന്തം കീർത്തിക്കുമ്പോൾ എന്താ പറഞ്ഞത്? ഗംഗയിൽ മുങ്ങിയാൽ മോക്ഷം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഒരു ദിവസം 100 പ്രാവശ്യം മത്സ്യം പിടിക്കാൻ മുങ്ങുന്ന മുക്കുവന് എന്തുകൊണ്ട് മോക്ഷം കിട്ടണില്ല? അവന് വയറ് നിറയണമെന്നേ ആഗ്രഹമുള്ളൂ. മത്സ്യം വിൽക്കണം, കാശ് വാങ്ങണം, അരി വാങ്ങണം, അത്ര ഉദ്ദേശമുള്ളൂ. അല്ലാണ്ട് ഇത് ഗംഗാമായി ആണ്, പരമശിവന്റെ ജടാമകുടത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നതാണ്, അല്ലെങ്കിൽ വളരെ ഉഗ്ര തപസ്സൊക്കെ ചെയ്തിട്ട് വന്നതാണെന്നൊക്കെ ആ വ്യക്തികൾക്ക് വല്ലതും അറിയോ? ഇല്ല. ഈ അറിയാത്തത് കൊണ്ടാണ് പ്രശ്നം. അപ്പം ഇവിടെ എന്തായി? അതെ, തീർത്ഥസാരകഥ, തീർത്ഥസാരം നശിച്ചു. അപ്പം ആ തീർത്ഥസാരത്തിൽ നമ്മൾ പോയി തീർത്ഥസ്നാനം ചെയ്തിട്ട് എന്താ കാര്യമില്ല. എന്നാൽ അതിനെ കാര്യമൊക്കെ എങ്ങനെയാണ്? ഇപ്പം ബാത്റൂമിലാണല്ലോ നമ്മളൊക്കെ കുളിക്കണത്. ശിംക്ക ആൾക്കാരും അങ്ങനെ ആയിപ്പോയി. അപ്പോൾ ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് ഗംഗ, യമുന, സിന്ധു, കാവേരി, പിന്നെ സരസ്വതി, നർമ്മദ, ഗോദാവരി, ഈ 7 നദികളെ ഉച്ചരിച്ചുകൊണ്ട് ആ ജലത്തിനെ സ്പർശിച്ച് നമ്മൾ തലയിൽ ഗംഗാമയി ശരണം, ഗംഗാദേവി എന്നെ പ്രസാദിക്കണമെന്ന് പറഞ്ഞാൽ ഭാവമാണ്. ഭാവത്തിനാണ് വില എന്ന് മനസ്സിലാക്കിയാൽ ഏത് വെള്ളത്തിനും ഗംഗയാക്കാം. ഞാനിപ്പോൾ സൈമൾട്ടേനിയസായിട്ട് ശ്രീകൃഷ്ണ കഥാമൃതം പറഞ്ഞിട്ടൊരു ഭാഗം, ഒരു കഥ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു അടുത്ത പറയാണ്, ഈ ടൗണുകളിലൊക്കെ ഓടയുണ്ടാവും. ഓട എന്ന് പറഞ്ഞാൽ കാളച്ചാലിൽ വെള്ളം കെട്ടി നിൽക്കണത്, സിമെൻറ്റ് സ്ട്രക്ചറിൽ, RCC സ്ട്രക്ചറിൽ, അതിലും മത്സ്യം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ആ മത്സ്യത്തിന് ഗംഗാജലത്തിലെത്തിയാൽ എത്രത്തോളം സന്തോഷം ഉണ്ടാവും. അതേപോലെ എന്നർത്ഥം പറയുന്ന ഒരു ശ്ലോകം കണ്ടു ഞാൻ. ഈ ഉപമ വളരെ രസമാണ്. ഉപമ, ആ ഉപമ എന്താണ്? മലിനജലത്തിൽ മത്സ്യത്തിന് കൂടി ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്, അത് ശുദ്ധമായ വെള്ളത്തിൽ പോയ പോലെ. അത്രയേ ഉള്ളൂ. അപ്പം ഇവിടെ എന്തായി? രൗരവമെന്ന് പേരായ നരകത്തിൽ നിന്ന് ഭൂലോകത്തിൽ ആഗമിച്ചിരിക്കുന്നവരും പാപിഷ്ഠന്മാരെന്നർത്ഥം. അവർക്കും ഭൂമിയിൽ വന്നിട്ട് വേണം ജനിക്കാൻ. അതാണ് രൗരവമെന്ന് പേരായ നരകത്തിൽ നിന്ന് ഭൂലോകത്തിൽ ആഗമിച്ചിരിക്കുന്നവരും അത്യുഗ്രങ്ങളായ അനേകം കർമ്മങ്ങളെ നടത്തുന്നവരുമായ നാസ്തികന്മാർ തീർത്ഥങ്ങളിൽ വസിക്കുന്നത് കൊണ്ട് തീർത്ഥങ്ങളുടെ ശക്തിയും നശിച്ചിരിക്കുന്നു. ഇനി എന്താ വേണ്ടത്? ഇല്ലേ? ഇപ്പോൾ അമ്പലക്കുളത്തിൽ മീൻ പിടിക്കാൻ പാടില്ല, പക്ഷേ പിടിക്കണില്ലേ, കലക്കണില്ല ആൾക്കാർ. നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? ചെയ്യാം, എല്ലാവരും ഒപ്പം നിൽക്കണം, എന്നാ ചെയ്യാം. പണ്ടൊക്കെ ഇടവഴിയിൽ കൂടെ ആരെങ്കിലും അറിയാത്ത മുഖങ്ങൾ നടന്നു പോകണമെന്ന് ചോദിക്കും, എവിടേക്കാണ് പോണേ, എന്താ പോണേ, ആരെയാ കാണേണ്ടത്? അണ്ടനെയും കണ്ടനെയും നടത്തില്ല വഴി കൂടെ. ഇന്ന് ഒരാളോട് ചോദിക്കുകയാണ്, എന്താ ഈ വഴിയിൽ, എന്താ ഇവിടെ ഒന്ന് കറങ്ങണത് ചോദിച്ചാൽ അടി ഉറപ്പാ. കാരണം സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ് ഇല്ല നമുക്ക്. അവിടെ നിർത്താം. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? 71ാമത്തെ ശ്ലോകത്തിന് അർത്ഥം പറഞ്ഞു. ഇനി നമുക്ക് 72ാമത്തേനാണ് പറയേണ്ടത്. അത് നമ്മൾക്ക് അടുത്ത എപ്പിസോഡിൽ ഈ 1ാം അധ്യായം കഴിയും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 18 അധ്യായം അല്ല 18 ദിവസം കൊണ്ടാണ് ഒരധ്യായം കഴിച്ചിട്ടുള്ളത്. സാരമില്ല, ഇത് നിങ്ങൾക്ക് നഷ്ടമാവില്ല, അതെനിക്ക് തീർച്ചയായിട്ടും പറയാം. പക്ഷെ നിങ്ങളത് വേണ്ട മാതിരി മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. മനസ്സിലായില്ലേ? ഞാനൊരു റിവിഷൻ ചെയ്തു എന്നുള്ള താല്പര്യമുള്ളൂ. എനിക്കിതിൽ ലാഭം മാത്രമാണ്. എന്താ? റിവിഷൻ ഞാൻ ചെയ്തു, അത്രയേ ഉള്ളൂ. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.